നല്ല ഉഗ്രം മഴയാണ് കേട്ടോ. 80% റെയിനാണ് കാണിക്കുന്നത് ഇന്നത്തെ ദിവസം. മഴ മാത്രമല്ല, ഭയങ്കര കാറ്റ്, അതാണ് സഹിക്കാൻ പറ്റാത്തത്. ശക്തമായിട്ടുള്ള കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ നമ്മളിപ്പോൾ എത്തിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഡവണിലുള്ള ഹെലികോൺമിൽ ടീ റൂമിലാണ്. ഓതന്റിക് ഡവൺ ക്രീം ടീ കിട്ടുന്ന ഡവണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഏതാണെന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഹെലികോൺമിൽ എന്നാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ ടീ റൂം ഉള്ളത് എന്നതിനേക്കാളുപരി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 16ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച് ഇപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള ഒരു വാട്ടർ മില്ല് നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ടീ റൂം എന്ന് പറയുന്നതിനേക്കാളും ടീ ഗാർഡൻ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും സജസ്റ്റബിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. കാരണം എപ്പോഴും നല്ല തിരക്കുള്ള സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടാനുള്ള ചാൻസും വളരെ കുറവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് സീറ്റ് റിസർവ് ചെയ്ത് വരുവാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മഴയൊക്കെ നനഞ്ഞ് തണുത്ത് വിറച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഫുഡൊക്കെ ഓർഡർ കൊടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ തണുപ്പൊക്കെ മാറി നമ്മൾ സെറ്റാവും. അങ്ങനെ ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്ത് ഈ ഒരു ആംബിയൻസ് ഒക്കെ ഒന്ന് ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും നമുക്കുള്ള ഫുഡ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. Oh, thank you. Made with our flour. Yeah. And coffee? Oh, coffee. Yeah. Thank you. Do you need any sugar at all? Not at the moment. When you're munching. Now don't tip it when you drink it because it's very full. Okay? So Mum will help you with that. Thank you. Enjoy. Thank you. നമ്മളിവിടെ വരാൻ പ്ലാൻ ചെയ്തപ്പോൾ മുതൽ ചേട്ടൻ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ക്രീം ടീ, ഡെവോണിൻ്റെ ഒരു സിഗ്നേച്ചറാണ് ഒരു ക്രീം ടീ കുടിക്കണമെന്ന്. അപ്പോൾ ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ടീ ആയിരിക്കും, പക്ഷേ ഇതാണ് ക്രീം ടീ. അപ്പോൾ ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്കോണാണ്. ഈ സ്കോൺ തന്നെ പല വെറൈറ്റി ട്രഡീഷണൽ രീതിയിൽ അവരുണ്ടാക്കും. അപ്പോൾ ഇതൊരു പ്ലെയിൻ സ്കോണാണ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് സ്കോണാണ്. പിന്നെ ഇതുപോലെ തന്നെ വേറെയും കുറേ വെറൈറ്റി സ്കോണുണ്ട്, ചില്ലിയൊക്കെ ഇട്ടിട്ടുള്ള സ്കോൺസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജാമും പിന്നെ അവരുടെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രീമാണ്, ഡെവോൺ ക്രീമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതാണ് നമുക്ക് കഴിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ഒരു കോഫി പറഞ്ഞിട്ടുണ്ട്, അതിന് സെപ്പറേറ്റ് മിൽക്ക് തന്നിട്ടുണ്ട്. അവരിവിടെ തന്നെ ഉണ്ടാക്കുന്ന കുറേ പീസ് ഓഫ് കേക്ക് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ തന്നെ ഫ്ലോർ ഉണ്ടാക്കി, എന്ന് വെച്ചാൽ ഫ്രം ദ സ്ക്രാച്ച് ആണ് അവരുണ്ടാക്കുന്നത്. ബ്ലൂബെറി വാനില കേക്കാണ്. അടിപൊളി ടേസ്റ്റ്. അതിൻ്റെ മെയിൻ എനിക്കിതിനകത്ത് പ്രത്യേകതയായിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോൺ ബ്രെഡ് ആയാൽ പോലും ഭയങ്കര ടേസ്റ്റാണ്. അതിനേക്കാൾ ഉപരി ജാം എനിക്ക് തോന്നുന്നത് നോർമൽ ജാമാണ്, പക്ഷേ ഈ ഡെവോൺ ക്രീം അതിന് എനിക്കത് എന്താണെന്ന് പറഞ്ഞു തരാൻ അറിഞ്ഞുണ്ട്, പക്ഷേ അത് വല്ലാത്തൊരു ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വായിൽ വയ്ക്കുമ്പോൾ അലിഞ്ഞു പോകുന്നല്ലേ. ഞാൻ ഈ സ്കോൺ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരിക്കൽ ഫ്ലൈറ്റിൽ പോയ സമയത്ത് ഇത് കഴിച്ചായിരുന്നു. അന്ന് എനിക്ക് അതിനകത്തൊരു ബേക്കിംഗ് സോഡയുടെ ഒരു ടേസ്റ്റും ഭയങ്കര കട്ടിയായിരുന്നു ഈ സാധനം. അപ്പോൾ എനിക്ക് അന്ന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നീട് അത് കണ്ടിട്ട് വാങ്ങാതിരുന്ന സാധനം. പക്ഷേ ഹോം മെയ്ഡ് സാധനം എന്ന് പറയുന്നതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് ഒരു പ്രത്യേകത ഉണ്ടാവും. ഓ സൂപ്പർ. നമ്മളിപ്പോൾ കണ്ട സ്കോൺസ്, ഡവൺ ക്രീം, ജാം, പിന്നെ ടീ അല്ലെങ്കിൽ കോഫി, ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷനെയാണ് ക്രീം ടീ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ആ ക്ലോട്ടഡ് ക്രീം തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു എൻ്റേത്. ആ ക്രീമിൻ്റെ പുറത്തേക്ക് ജാമും കൂടെ വരുന്ന ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ,
അത് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഡവണിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് തോന്നതേ നമ്മൾക്ക് ഇന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താ പറയുക, ഈ വെതറാണ് കേട്ടോ. അപ്പം ഇത് കണ്ട ചുറ്റിന് നോക്കിയൊക്കെ മനസ്സിലാവും, ഭയങ്കര മഴയാണ് ഇന്നത്തെ ദിവസം, അതുപോലെ തണുത്ത കാറ്റുമുണ്ട്. അപ്പോൾ ഈ ഒരു വെതറിലിരുന്നിട്ട് നല്ല ചൂടുള്ള ആ കോഫിയും പിന്നെ അതിൻ്റെ കൂടെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ആ സ്പൂണൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ശരിക്കും രുചിയെ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലൈമറ്റ് നല്ലോണം ഹെൽപ്പ് ചെയ്യണുണ്ട്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ അടുത്ത ഐറ്റം വന്നു കേട്ടോ. ഇതൊരു ബ്ലൂബെറി ലെമൺ കേക്കാണ്. നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് ബ്ലൂബെറി ലെമൺ ഫ്ലേവറാണ്. ആ ലെമണിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. അത് നോർമൽ സിറപ്പോ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റ് ഒരു ലെമണിൽ നമ്മൾ നാക്ക് കടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ബ്ലൂബെറി. ഇനി ചേട്ടൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതുണ്ട്, ഇത് നമ്മൾ കാണുമ്പോൾ ചെറിയൊരു കേക്കല്ല കേട്ടോ. ഇതിനകത്ത് 1, 2, 3, 4 ലെയർ ഉണ്ട്. അതിൽ 4ാമത്തെ ലെയറിന് മുകളിലാണ് ക്രീമിൻ്റെ ലെയർ വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ മറുവശത്തായിട്ട് നമുക്ക് ഇവിടെ ബ്ലൂബെറീസും ഉണ്ട്. ഏറ്റവും താഴെ ബ്ലൂബെറി ജാമിൻ്റെ പോലത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലെയർ ഒന്ന് കഴിച്ചു നോക്കാം. ഭയങ്കര ഇൻറ്റൻസ് ഫ്ലേവേഴ്സ് അല്ലേ. അത് ലെമണിൻ്റെ ആണെങ്കിൽ അങ്ങനെ അറിയാം, ആ ബ്ലൂബെറിയുടെ ടേസ്റ്റും അതുപോലെ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് ഈ കേക്ക് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റാണ്. അതിൻ്റെ പുറത്താണ് ഈ മിക്സ് എല്ലാം കൂടെ വരുന്നത്. നമ്മൾ നോർമലി ഒരു ബേക്കറിയിലൊന്നും നമുക്ക് ഈ ടൈപ്പ് സാധനമൊന്നും കിട്ടില്ല. കാരണം ഇതെല്ലാം ഇവരുടെ തന്നെ സ്പെഷ്യലായിട്ട് ഇവർ ചെയ്യുന്നതാണ്. ഇതിലേറ്റവും അതിശയമുള്ള കാര്യം എന്ന് പറയുമോ, ഇത് ചെയ്യുന്നത് വെറും 2 ആൾക്കാരേ ഉള്ളൂ ഇവിടെ വേറെ സ്റ്റാഫുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ ഉള്ളത് സെർവ് ചെയ്യാനായിട്ട് ഒരു കുട്ടിയെ കണ്ടു. അത് ചിലപ്പോൾ അവരുടെ കുഞ്ഞായിരിക്കാം. അതല്ലാണ്ട് വേറെ സ്റ്റാഫ് ഒന്നുമില്ല. ഇവിടെ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന മാവ് പോലും അവരിവിടുത്തെ ആ മില്ലിൽ ഗ്രൈൻഡ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇത്രയും ഹൈ ക്വാളിറ്റിയിലുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഭയങ്കര വിലയായിരിക്കും കേട്ടോ. പക്ഷെ അങ്ങനെയല്ല. നോർമലി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെയാണ് ഇതിനും. അതുമാത്രമല്ല, സാധാരണ നമ്മൾ ഓർഡർ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഭക്ഷണം സെർവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ ആവശ്യത്തിന് കഴിച്ചതിന് ശേഷം നമ്മൾ പോകാൻ നേരത്താണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ UK പോലൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം പൈസ കൊടുക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ 16ാം നൂറ്റാണ്ട് മുതൽ പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ മില്ല് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത്, ഇവിടെ ഈ മില്ലിൽ ഇതെങ്ങനെയാണ് ഇവിടുത്തെ ധാന്യങ്ങളൊക്കെ പൊടിച്ച് മാവും മറ്റു കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു വീലുണ്ട്. ഇത് 3 നിലയിലായിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ 2nd ഫ്ലോറിലാണ് അതിൻ്റെ ഗ്രില്ലിങ് കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതുവഴി ആ ഫ്ലോർ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തതിന് ശേഷം ആ കളക്ട് ചെയ്ത ഫ്ലോറിനെ നമുക്കിതിനെ മേലോട്ട് ചെയ്യാനായിട്ട് ഇതുവഴി എടുക്കും. പിന്നെ നമുക്ക് മുകളിലോട്ടൊന്ന് കയറി നോക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല കേട്ടോ, താഴെ കാണും പോലെ അല്ല. ഇതൊരു ഭയങ്കര കോംപ്ലക്സ് സ്ട്രക്ചറാണ്. ഞാൻ അതാണ് പറഞ്ഞേ, ഇവിടെയാണ് ഇതിന്റെ ഗ്രൈൻഡിങ് കംപ്ലീറ്റ് നടക്കുന്നത്. ആ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിനെ കളക്ട് ചെയ്യാനുള്ള ബാക്കി സാധനങ്ങളാണ് താഴെയുള്ളത്. ഈ ഗ്രൈൻഡിങ് മെഷീനെ മൊത്തത്തിൽ പവർ ചെയ്യുന്നതേ ഇത് കണ്ടോ, ഈ കാണുന്ന ജയന്റ് വാട്ടർ വീലാണ് കേട്ടോ. അല്ല, മുകളിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ നേരെ വന്നിട്ട് ഈ വാട്ടർ വീലിലേക്ക് വീഴും. ഇത് കറങ്ങുന്നതിനനുസരിച്ചിട്ടാണ് ഈ മില്ല് വർക്ക് ചെയ്യുന്നത്. ഇതുണ്ട്, ഇതിനകത്ത് കുറച്ച് വെയിറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ വെച്ച് കറക്കി കറക്കി ഇതിനെ ഫ്ലോർ ആക്കി എടുക്കാം. ഈ ഫ്ലോറിലാണ് ഇതിൻ്റെ ഗ്രൈൻഡിങ് ഒക്കെ നടക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഗ്രെയിൻ ഉള്ള ബിൻസ് എല്ലാം സൂക്ഷിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ എൻട്രി ഇല്ല.
ഈ ടീ റൂമിന് നമ്മളിരുന്ന ആ ഒരു കവേർഡ് ആയിട്ടുള്ള സ്പേസ് അല്ലാതെ മറ്റൊരു ഔട്ട്ഡോർ ഗാർഡൻ ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. ചെറിയൊരു കാടിനുള്ളിലേക്ക് കയറും പോലത്തെ ഒരു ഫീല് കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ആണ് കേട്ടോ ഇത്. ഇവിടെ തന്നെ ഒരു ഔട്ട്ഡോർ സ്പേസും ഒരു ഇൻഡോർ ഏരിയയും ഉണ്ട്. അപ്പോൾ വലിയ ഗ്രൂപ്പുകളായിട്ടൊക്കെ വരുന്നവർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണിത്. നമ്മി ഹായ്. പതുക്കെ നടന്നു വയ്ക്കോ. അങ്ങനെ ഔട്ട്ഡോർ ഡൈനിങ് സ്പേസും കൂടെ കണ്ട ശേഷം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ ആ ടീ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. തിരിച്ച് കാറിൽ വന്ന് കയറി. ഒരു രക്ഷയില്ല, ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര മോശമാണ് ഇന്നത്തെ ദിവസം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ടീ റൂമിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ടെന്ന് അറിയാം, പക്ഷേ നമ്മൾ ഇതുവരെ അങ്ങനെയുള്ള ഒരിടത്തും പോയിട്ടില്ല. ഇന്ന് ഈ മഴ കാരണമാണ് ശരിക്കും ഞങ്ങൾ അവിടെ വരെ എത്തിയത്. അത് വർത്തായിട്ടുള്ളൊരു വിസിറ്റ് ആയിരുന്നു. ഇരിക്കുന്ന ലൊക്കേഷനും പിന്നെ അവിടുത്തെ ആ ഒരു സെറ്റിങ്ങും പിന്നെ ഹോസ്റ്റിന്റെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി അല്ലേ, ഒരു രക്ഷയില്ല. ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. നല്ലൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് വരുന്നതാണെന്നുള്ളത് അവർക്കറിയാം. നമ്മൾക്ക് ഈ പറയുന്ന ഓതന്റിക് ഡിഷസ് ഒന്നും പരിചയമില്ലെന്നറിയാം. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്ന് കാണിച്ചാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതെ, അത് മാത്രമല്ല അവര് അങ്ങനെ ഭയങ്കര റേറ്റോ ഒന്നുമല്ല. ഞങ്ങളിപ്പോൾ കാണിച്ച അത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് പോലും ഏകദേശം ഒരു 24 പൗണ്ട് അത്ര ആയുള്ളൂ. അത് ഓരോന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഭയങ്കര വലുപ്പമാണ്. ആ കേക്കൊക്കെ നല്ല വലിയ സൈസും അതുപോലെ ടീ ഒക്കെ ആണെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് ഒരിക്കലും ആ പൈസയ്ക്ക് നഷ്ടമല്ല, പ്രത്യേകിച്ച് ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനം കഴിക്കാനായിട്ട്. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ അവരുടെ ആ കാണിച്ച മില്ലിനകത്ത് തന്നെ പൊടിച്ചെടുക്കുന്ന ധാന്യം വെച്ചിട്ടാണ് ആ കേക്ക് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ടേസ്റ്റ് കാണാനുണ്ട്. അത് നമുക്ക് വായിൽ തൊടുമ്പോൾ അറിയാൻ ആ ടേസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സ്വന്തമായിട്ട് പാർക്കിംഗ് സ്പേസ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഹെലിബേ കാർ പാർക്കിൽ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു 300 മീറ്റർ നടന്ന് വേണം അവിടെ എത്താനായിട്ട്. ഇവിടെ തന്നെ വെച്ചിട്ടുള്ള ടിക്കറ്റ് മെഷീനിൽ നമുക്ക് ഒന്നുകിൽ കാർഡ് ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് എടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.